here we are going to study about conceptual dependency. The conceptual dependency എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ conceptual dependency it is actually is the theory of natural language processing that deals with the representation of semantics of a language. അപ്പോൾ നമ്മൾ സെമാൻറ്റിക് എന്തുവാന്ന് പഠിച്ചു. സെമാൻറ്റിക്സ് മീൻസ് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു സെൻറ്റൻസിലെ ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു പാർട്ടിന് മറ്റൊരു പാർട്ടുമായിട്ടുള്ള ബന്ധമാണ് സെമാൻറ്റിക്സ് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ടെക്നിക്കാണ് കോൺസെപ്ച്വൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ ഹിയർ സെൻറ്റൻസസ് ആർ റെപ്രസെൻറ്റഡ് as a series of diagrams. We represent it as a series of small kind of diagrams. ചെറിയത് എങ്ങനെയാണ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് ഡയഗ്രാം ഒന്നുമല്ല, പക്ഷേ we kind of write like that. So here using the conceptual dependency we represent agents and objects. Now conceptual dependencyയിൽ നമ്മൾ പറയുന്ന ഏകദേശം 6 കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസെപ്ച്വൽ ആക്ഷൻസ്. Now we have conceptual categories. Now we have conceptual cases. Then we have conceptual tenses. And we have conceptual rules. ഇത്രയും ഈ 5 കാര്യങ്ങളാണ് നമ്മൾ കോൺസെപ്ച്വൽ ഡിപ്പെൻഡൻസിയിൽ പറയുന്നത്. സോ കോൺസെപ്ച്വൽ ആക്ഷൻസ്, കോൺസെപ്ച്വൽ കാറ്റഗറീസ്, കേസസ്, ടെൻസസ് ആൻഡ് റൂൾസ്. ഇത് നമുക്ക് കോൺസെപ്ച്വൽ ആക്ഷൻസിനെ കുറിച്ച് പറയാം. സോ കോൺസെപ്ച്വൽ ആക്ഷൻസ് അതായത് നമ്മളുടെ ഒരു സീനിൽ അല്ലെങ്കിൽ ഒരു സീനറിയിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ നടക്കുന്ന ആക്ഷൻസിനെ ഡെപ്പിക്റ്റ് ചെയ്യാനാണ് നമ്മൾ കോൺസെപ്ച്വൽ ആക്ഷൻസ് ഉപയോഗിക്കുന്നത്. സോ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് പി ട്രാൻസ്, എം ട്രാൻസ്, then we have A trans, then we have M built, then speak, move, attend, grasp, ingest, expel. ഇനി നമുക്കിതിനകത്ത് ഓരോന്നും എന്താണെന്ന് വയ്ക്കാം. അപ്പോൾ പി ട്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ട്രാൻസ്ഫർ. അതായത് ഒരു ഫിസിക്കൽ ബോഡി അതിനെ തന്നെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഫിസിക്കൽ ട്രാൻസ്ഫറിനകത്ത് എക്സാമ്പിളായിട്ട് വരുന്നത് ഗോ അല്ലെങ്കിൽ റാൻ എന്നൊക്കെ പറയുന്നത്. എം ട്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് മെൻ്റൽ തിങ്. ഒരു മെൻ്റൽ ഇമോഷനെ അല്ലെങ്കിൽ ഒരു മനസ്സിലെ ഒരു കാര്യത്തിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ മെൻ്റൽ ട്രാൻസ്ഫർ. എക്സാമ്പിൾ പറയുമ്പോൾ ടെൽ. ഓക്കെ. നൗ എ ട്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആക്ഷൻ ട്രാൻസ്ഫർ. വി ആർ ആക്ച്വലി ട്രാൻസ്ഫറിങ് ആൻ ആക്ഷൻ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗിവ്. നൗ എം ബിൽഡ് എന്ന് വെച്ചാൽ എന്തുവാ? മനസ്സിൽ ഒരു മെൻ്റൽ ബിൽഡ് ഉണ്ടാക്കിയെടുക്കുവാണ്. ഓക്കെ. സോ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിസൈഡ്. ഓക്കെ, ഡിസൈഡ്. നൗ സ്പീക്ക് എന്ന് വെച്ചാൽ എന്തുവാ? യു ആർ അട്ടറിങ് സൗണ്ട്. ഫോർ എക്സാമ്പിൾ ഷൗട്ട്. ഓക്കെ, ഷൗട്ട്. നൗ മൂവ് എന്ന് വെച്ചാൽ എന്തുവാ? യു ആർ ആക്ച്വലി മൂവിങ് സംതിങ്, മൂവിങ് എ പാർട്ട് ഓഫ് യുവർ ബോഡി. എക്സാമ്പിൾ പഞ്ച് അല്ലെങ്കിൽ കിക്ക് എന്നൊക്കെ പറയാം. നൗ അറ്റൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ഗിവിങ് യുവർ അറ്റൻഡൻസ് ടു സംതിങ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലിസൺ അല്ലെങ്കിൽ വാച്ച് എന്നൊക്കെ പറയാം. ഗ്രാസ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ആക്ച്വലി ടേക്കിംഗ് സംതിങ്. ഫോർ എക്സാമ്പിൾ ക്ലഞ്ച്. നിങ്ങൾ ഒരെണ്ണത്തിലോട്ട് ക്ലഞ്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ. പിന്നെ ഇൻജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ടേക്കിംഗ് ഇൻസൈഡ് സംതിങ്. ഫോർ എക്സാമ്പിൾ ഈറ്റ്, ഡ്രിങ്ക്, swallow എന്നൊക്കെ പറയാം. എക്സ്പെൽ എന്ന് വെച്ചാൽ യു ആർ ത്രോയിങ് ഔട്ട് സംതിങ് ഫ്രം യുവർ ബോഡി. ഫോർ എക്സാമ്പിൾ വൊമിറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ കോൺസെപ്ച്വൽ ആക്ഷൻസ് എന്ന് പറയുന്നത്. എന്താണ്? പി ട്രാൻസ്, എം ട്രാൻസ്, എ ട്രാൻസ്, എം ബിൽട്ട്, സ്പീക്ക്, മൂവ്, അറ്റൻഡ്, ഗ്രാസ്പ്, ഇൻജസ്റ്റ്, എക്സ്പെൽ. ഇതാണ് മെയിനായിട്ട് വരുന്നത്. നൗ
നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് കോൺസെപ്ച്വൽ ആക്ഷൻസ് പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് കോൺസെപ്ച്വൽ കാറ്റഗറീസ്. കോൺസെപ്ച്വൽ കാറ്റഗറീസ് അതായത് these conceptual categories are actually the building blocks of grammar അല്ലെങ്കിൽ ഒരു സംഭവം. കോൺസെപ്ച്വൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ആക്ച്വലി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ സീനറി ഓർ സംതിങ്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് വി ഹാവ് PP കോൾഡ് പിക്ചർ പ്രൊഡ്യൂസേഴ്സ്. പിക്ചർ പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ആക്ച്വലി ദ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. അത് വ്യക്തികളാവാം, സാധനങ്ങളാവാം, അതെന്ത് വേണമെങ്കിലും ആവാം. സോ ദേ ആർ കോൾഡ് പിക്ചർ പ്രൊഡ്യൂസേഴ്സ്. നൗ ദർ ഇസ് സംതിങ് കോൾഡ് പിക്ചർ എയ്ഡേഴ്സ്. പിക്ചർ എയ്ഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ദ റിയൽ വേൾഡ് ഒബ്ജക്ട്സ്. അതായത് ഈ പറയുന്ന റിയൽ വേൾഡ് ഒബ്ജക്ട്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ് യു സേ സംതിങ് ലൈക്ക് എ ഫാറ്റ് മാൻ, അല്ലെങ്കിൽ ഒരു തിൻ മാൻ, അതും അല്ലെങ്കിൽ സേ സ്മാർട്ട് മാൻ എന്നൊക്കെ പറയുന്നതാണ് പിക്ചർ എയ്ഡേഴ്സ്, ദർ ആട്രിബ്യൂട്ട് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ആക്ട്. ആക്ട് ഗീവ്സ് ആക്ഷൻസ്. എക്സാമ്പിൾ റൺ, അല്ലെങ്കിൽ റാൻ, അല്ലെങ്കിൽ വാക്ക് എന്ന് പറയുന്നതാണ് ആക്ട്. നൗ എ മീൻസ് ആക്ഷൻ എയ്ഡേഴ്സ്. ആക്ഷൻ എയ്ഡേഴ്സ് അതായത് ഈ പറയുന്ന ആക്ഷൻസിൻ്റെ ആട്രിബ്യൂട്ടാണ്. എക്സാമ്പിൾ റൺ ഫാസ്റ്റ് ഓർ വാക്ക് സ്ലോലി എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, ദീസ് ആർ കോൾഡ് ആക്ഷൻ എയ്ഡേഴ്സ്. നൗ ദർ ഇസ് സംതിങ് കോൾഡ് ടി. ടി മീൻസ് ടൈം, ഒരു സമയം. ആൻഡ് ദെൻ ദർ ഇസ് LOC ഓർ ലൊക്കേഷൻ. ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയൊക്കെ ലൊക്കേഷനെ സൂചിപ്പിക്കാനാണ് LOC ഉപയോഗിക്കുന്നത്. സോ ദീസ് ആർ ദ കോൺസെപ്ച്വൽ കാറ്റഗറീസ്. നൗ വി ഹാവ് കോൺസെപ്ച്വൽ കേസസ്. കോൺസെപ്ച്വൽ കേസസിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദി ബിൽഡിംഗ് തിങ്സ് ഓഫ് എ സീനറി. ഇതിനകത്ത് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് മീൻസ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ വ്യക്തികളാവാം, ആൾക്കാരാവാം, ഒരു മൃഗങ്ങളാവാം, ഒക്കെ ആവാം. ദെൻ I മീൻസ് ഇൻസ്ട്രുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഒരു സ്പൂൺ, അല്ലെങ്കിൽ ഒരു ഫോക്ക്, അല്ലെങ്കിൽ ഒരു നൈഫ്, അല്ലെങ്കിൽ ഒരു പിയാനോ, എന്ത് വേണമെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആവാം. ഓക്കെ, ദിസ് ആർ കോൾഡ് I. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് R. R മീൻസ് റെസിപ്പിയൻറ്റ് ഓർ എ ഡോണർ. അതായത് ഞാനിപ്പോൾ ഒരു പേപ്പർ അങ്ങോട്ട് കൊടുക്കുവാണ്. സോ വാട്ട് ആം എ ഡോണർ. ആൻഡ് അത് വാങ്ങിക്കുന്ന ആൾ എന്തുമായിരിക്കും? ഒരു റെസിപ്പിയൻ്റ് ആയിരിക്കും. ദെൻ ദർ ഇസ് D. വാട്ട് ഇസ് D? ഇറ്റ് ഈസ് കോൾഡ് ഡെസ്റ്റിനേഷൻ. ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്. സോ ദർ ഇസ് എ പ്ലേസ്. ആ പ്ലേസ് ആണ് എൻ്റെ ഡെസ്റ്റിനേഷൻ. സോ ദീസ് ആർ ദ കോൺസെപ്ച്വൽ കേസസ്. ഓക്കെ, നൗ വി ഹാവ് സംതിങ് ലൈക്ക് കോൺസെപ്ച്വൽ ടെൻസസ്. കോൺസെപ്ച്വൽ ടെൻസസ് അതായത് കാലത്തിനെ സൂചിപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളാണ്. നൗ വി ഹാവ് പാസ്റ്റ്. പാസ്റ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ P ഫോർ പാസ്റ്റ്. ആൻഡ് ദെൻ വി ഹാവ് പ്രസൻറ്റ്. പ്രസൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നില്ലാണ് ഉപയോഗിക്കുന്നത്. വി ഹാവ് നിൽ. ദെൻ ഫ്യൂച്ചറിനെ F. ഫ്യൂച്ചർ റെപ്രസെൻറ്റിങ് ഫ്യൂച്ചർ. ദെൻ T ഫോർ ട്രാൻസിഷൻ. അതായത് ഒരു ഫേസിൻ്റെ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ബസ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, ജേർണി എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ഇസ് കോൾഡ് ട്രാൻസിഷൻ. ദെൻ ദർ ഇസ് കോൾഡ് എസ് TS. TS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സ്റ്റാർട്ടഡ് ട്രാൻസിഷൻ, തുടങ്ങിയ ഒരു ട്രാൻസിഷനാണ്. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് TF. TF മീൻസ് ഫിനിഷ്ഡ് ട്രാൻസിഷൻ, തീർന്ന ഒരു ട്രാൻസിഷൻ. ദെൻ യു ഹാവ് എ ക്വസ്റ്റ്യൻ മാർക്ക് വിച്ച് ഇസ് ആക്ച്വലി ഇൻറ്ററോഗേഷൻ. ഒരു ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന ഒരു സാധനം, ഇൻറ്ററോഗേഷൻ. ദെൻ യു ഹാവ് /-. ദിസ് ഇസ് നെഗേഷൻ, ഒരു നെഗേറ്റ് ചെയ്യുന്ന ഒരു സംഭവം. ദിസ് ഇസ് നെഗേഷൻ. ആൻഡ് ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംലിനെസ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചു. ദെൻ വി ഹാവ് C. എന്ന് വെച്ചാൽ എന്തുവാ? കണ്ടീഷൻ. ഓക്കെ, C ഈസ് ഫോർ കണ്ടീഷണൽസ്. ഓക്കെ, ദീസ് ആർ ആക്ച്വലി ദ ടെൻസസ്: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ട്രാൻസിഷൻ, സ്റ്റാർട്ടഡ് ട്രാൻസിഷൻ, ഫിനിഷ്ഡ് ട്രാൻസിഷൻ, ഇൻറ്ററോഗേഷൻ, then negation, and then you have something like a timeliness or conditionals. ഇതൊക്കെയാണ് നമ്മുടെ ടെൻസസ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ഹാവ് റൂൾസ്.
കോൺസെപ്ച്വൽ റൂൾസ് ആണ് പറയുന്നത്. ദീസ് കോൺസെപ്ച്വൽ റൂൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് 6 കോൺസെപ്ച്വൽ റൂൾസ്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് PP gives act. ഓക്കെ, അതായത് ഒരു പേഴ്സൺ, ഒരു പിക്ചർ പ്രൊഡ്യൂസർ, ഒരു പേഴ്സൺ ആവാം, ഒരു ഒബ്ജക്റ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം, ഇറ്റ് ഈസ് ആക്ച്വലി ഡൂയിങ് ആൻ ആക്ഷൻ. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഹാരി റാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയാം ഹാരി റാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സോ വി റൈറ്റ് ലൈക്ക് ദിസ്. ഹാരി റാനിന് നമ്മൾ എങ്ങനെ എഴുതുക? P trans ആണ് എഴുതുക. സോ വി റൈറ്റ് P trans. ഇങ്ങനെ എഴുതും. So this is first rule. Okay, rule number 1. Picture produces giving an action. Okay. Now, ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബോഡിയിലേക്ക് ഒരു ആക്ഷൻ ചെയ്യുവാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു ബോഡിയിലേക്ക് ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുവാണ്. ഓക്കെ, അതിന് നമ്മൾ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ട്, ഒരു ആരോ ഇട്ടിട്ട് പിക്ചർ പ്രൊഡ്യൂസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എഴുതുകയെന്ന് വെച്ചോ, ഹാരി പുഷ്ഡ് എ കാർ. ഓക്കെ, ലൈക്ക് വേണ്ട, പുഷ്ഡ് കാർ. ഹാരി കാറ് തള്ളി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സോ വി വിൽ റൈറ്റ് ദ സൂക്ഷിച്ചാണ്. വി റൈറ്റ് സംതിങ് ലൈക്ക് ഹാരി പുഷ്ഡ് എന്ന് പറയുന്നത് എന്തുവാണ്? ഓക്കെ, പ്രൊപ്പലാണല്ലേ, പ്രൊപ്പൽ. ആക്ച്വലി പ്രൊപ്പൽ. കാരണം ഒരു സാധനത്തിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പുഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പ്രൊപ്പൽ ഇങ്ങനെ എഴുതിയിട്ട് കാർ. ദിസ് ഈസ് ഹൗ യു റൈറ്റ് ഇറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ബന്ധം, അതായത് ഒരു സാധനം മറ്റൊന്നാണ് എന്ന് കാണിക്കാൻ. അതിന് നമ്മൾ എഴുതുന്നത് വി ഗീവ് സംതിങ് ലൈക്ക് PP, ഡബിൾ ആരോ PP. ഉദാഹരണത്തിന് ജോൺ ഈസ് എ ഡോക്ടർ എന്ന് എഴുതുവാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? വി റൈറ്റ് സംതിങ് ലൈക്ക് ജോൺ ഡോക്ടർ. അതേസമയം നമ്മൾ വേറൊരെണ്ണം എഴുതുകയെന്ന് വെച്ചോ, ഒരെണ്ണത്തിൻ്റെ ഓണർഷിപ്പ് കാണിക്കുകയെന്ന് വെച്ചോ, അപ്പം അതിൽ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ PP gives PP ഇങ്ങനെ എഴുതും. അപ്പോൾ ഉദാഹരണത്തിന് ജോൺസ് ഡോഗ് അല്ലെങ്കിൽ ജോണിൻ്റെ പട്ടി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡോഗ് ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ എഴുതും ഓൺഡ് ബൈ ജോൺ. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് വി ഷോ ഓണർഷിപ്പ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ പിക്ചർ പ്രൊഡ്യൂസറിൻ്റെ ഒരു ആട്രിബ്യൂട്ട് കാണിക്കുവാന്ന് വെച്ചോ. ഓക്കെ, ഈ ആട്രിബ്യൂട്ടിൽ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഈ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ് ഈസ് ആക്ച്വലി എ മെഷറബിൾ ക്വാണ്ടിറ്റി. ഉദാഹരണത്തിന് ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. അപ്പോൾ നമ്മൾ പറയാം ഹാരി ഈസ് ഫാറ്റ് എന്ന് എഴുതുകയെന്ന് വെച്ചോ. ഇത് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി റൈറ്റ് സംതിങ് ലൈക്ക് ദിസ് പിക്ചർ എയ്ഡർ. ഓക്കെ, ഇത് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരി വെയിറ്റ് ഗ്രേറ്റർ ദാൻ 80. അപ്പോൾ ഇതൊരു മെഷറബിൾ ക്വാണ്ടിറ്റിയാണ്. അതേസമയം മെഷറബിൾ അല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും എഴുതുന്നത്. ഉദാഹരണത്തിന് ഹാരി ഈസ് സ്മാർട്ട് എന്ന് പറയുമ്പം ഹാരി സ്മാർട്ട് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. സോ പിക്ചർ ഈ പറയുന്ന കോൺസെപ്ച്വൽ റൂൾസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു PP ചെയ്യുന്ന ഒരു ആക്ഷൻ, അതായത് ഉദാഹരണത്തിന് ഹാരി റാൻ. അതേസമയം ഒരു ഒബ്ജക്റ്റിലേക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ വി ഗീവ് സിംഗിൾ ആരോ. ദെൻ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള ബന്ധം, അതായത് എക്സാമ്പിൾ ജോൺ ഈസ് എ ഡോക്ടർ അല്ലെങ്കിൽ ഹാരി ഈസ് എ ഡോക്ടർ എന്ന് പറയുമ്പം PP ഡബിൾ ആരോ PP. അതേസമയം ഒരെണ്ണത്തിനുമായിട്ടുള്ള ഓണർഷിപ്പ് കാണിക്കാനാണെങ്കിൽ വി റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ദെൻ വി ഹാവ് an attribute that is countable അല്ലെങ്കിൽ മെഷറബിൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ളൊരു ആട്രിബ്യൂട്ട് ഒരു PPക്ക് ഉണ്ടെങ്കിൽ വി റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ഹാരി ഈസ് ഫാറ്റ് എന്ന് പറയുകയെന്ന് വെച്ചു. അതേസമയം ഒരു മെഷറബിൾ അല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആണോ ഉള്ളതെങ്കിൽ ഹാരി ഈസ് സ്മാർട്ട് എന്ന് പറയുവാണെങ്കിൽ വി റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ,